അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വംശസ്ഥമായിരുന്നു എടുത്തിരുന്നത്. വംശസ്ഥത്തിൻ്റെ ലക്ഷണം എന്താണ്? ജതൗത്തു വംശസ്ഥം ഉദീരിതം ചരൗ പ്രതിപാദം ദ്വാദശവർണാഹ, അതായത് ഓരോ വരിയിലും 12 അക്ഷരങ്ങളും. ഗണങ്ങൾ എങ്ങനെയാണ്? ജഗണ, തഗണ, ജഗണ, രഗണ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വംശസ്ഥം എന്ന് പറയുന്ന വൃത്തമാണെന്ന് നമ്മൾ പറഞ്ഞു. ഉദാഹരണവും നമ്മൾ നോക്കിയിരുന്നു. ഇനി നമുക്കൊരു ശ്ലോകം നോക്കാം. ഇത് നോക്ക്. യസ്യത്വയാവ്രണ വിരോപണ മിങ്കുദീന. നമുക്ക് ഗണം തിരിച്ചു നോക്കാം. ആദ്യത്തെ 3 യസ്യത്വ ഒരു ഗണം, യാവ്രണ ഒരു ഗണം, വിരോപ ഒരു ഗണം, മിങ്കു ഒരു ഗണം, 2 അക്ഷരം. എത്ര അക്ഷരങ്ങളുണ്ട് അപ്പോൾ? 3 3 6 3 9 12 13 14 14 അക്ഷരങ്ങളുണ്ട്. അപ്പോൾ ആദ്യത്തെ അക്ഷരം നോക്ക്. ഇത് നമുക്ക് ഗണങ്ങൾ ഏതൊക്കെയാണ് വരുന്നത്? ലഘു ഗുരു നോക്കാം. യ അത് ഹ്രസ്വാക്ഷരമാണ്, അപ്പോൾ അവിടെ ലഘുവാണ് വരേണ്ടത്. പക്ഷെ തൊട്ടടുത്ത അക്ഷരം നോക്ക്, അത് കൂട്ടക്ഷരം ആയതുകൊണ്ട് ഈ യ എന്ന് പറയുന്നത് ഗുരുവാണ്. സ്യ എന്ന് പറയുമ്പോൾ അതും ഹ്രസ്വാക്ഷരമാണ്, പക്ഷെ തൊട്ടടുത്ത അക്ഷരം കൂട്ടക്ഷരം ആയതുകൊണ്ട് അതും ഗുരുവാണ്. ത്വ എന്ന് പറയുമ്പോൾ അത് ഹ്രസ്വാക്ഷരമാണ്, കൂട്ടക്ഷരങ്ങളൊന്നും അടുത്ത് വരുന്നില്ല, വേറെ അനുസ്വാരമോ വിസർഗമോ ഒന്നും വരാത്തത് കൊണ്ട് അത് ലഘുവാണ്. അപ്പോൾ അന്ത്യലഘു എന്ന് പറയുന്നത് ഏത് ഗണമാണ്? യരാത തഗണം. പിന്നെയോ യാ എന്ന് പറയുമ്പോൾ അത് ദീർഘാക്ഷരമാണ്, അതുകൊണ്ടത് ഗുരുവാണ്. വ്ര എന്ന് പറയുമ്പോൾ അത് ഹ്രസ്വമാണ്, അതുകൊണ്ടത് ലഘുവാണ്. ഈ ന എന്നുള്ള അക്ഷരവും ഹ്രസ്വമാണ്, അത് ലഘുവാണ്. അപ്പോൾ ആദി ഗുരു എന്ന് പറയുന്നത് ഏത് ഗണമാണ്? ഭജസ ഭഗണം. പിന്നെയോ വി എന്ന് പറയുമ്പോൾ അത് ഹ്രസ്വാക്ഷരമാണ്, അതുകൊണ്ടത് ലഘുവാണ്. രോ എന്ന് പറയുമ്പോൾ അത് ദീർഘാക്ഷരമായതുകൊണ്ടത് ഗുരുവാണ്. പ എന്ന് പറയുമ്പോൾ അത് ഹ്രസ്വമാണ്, അതുകൊണ്ടത് ലഘുവാണ്. മധ്യഗുരു എന്ന് പറയുന്നത് ജഗണം. പിന്നെയോ ണ എന്ന് പറയുമ്പോൾ അത് ഹ്രസ്വാക്ഷരമാണ്, അതുകൊണ്ടത് ലഘുവാണ്. മീ എന്ന് പറയുമ്പോൾ അതും ഹ്രസ്വാക്ഷരമാണ്, പക്ഷെ തൊട്ടടുത്ത അക്ഷരം എന്ന് പറയുന്നത് ഇങ്കു എന്ന് പറയുമ്പോൾ കൂട്ടക്ഷരം വരുന്നത് കൊണ്ട് അത് ഗുരുവാണ്. ഇങ്കു എന്ന് പറയുന്നത് ഹ്രസ്വാക്ഷരം ആയതുകൊണ്ട് അത് ലഘുവാണ്. അപ്പോൾ അവിടെയും മധ്യഗുരു ജഗണം. പിന്നെയോ ദീ എന്ന് പറയുമ്പോൾ അത് ദീർഘാക്ഷരമായതുകൊണ്ട് അത് ഗുരുവാണ്. നാം എന്ന് പറയുമ്പോൾ അത് അന്ത്യത്തിലുള്ള അക്ഷരമാണ്, അതുപോലെ തന്നെ അനുസ്വാരം വരുന്നുണ്ട്, ദീർഘമാണ്, അപ്പോൾ ഗുരുവാണ്. അപ്പോൾ 2 ഗുരു. തഗണ ഭഗണ ജഗണ ജഗണ ഗുരു ഗുരു. അങ്ങനെ 14 അക്ഷരങ്ങളുള്ളൊരു ശ്ലോകമാണ് നമ്മളിപ്പോൾ നോക്കിയത് അല്ലേ? അപ്പം നമ്മൾ ഏത് വൃത്താണ് നോക്കിയേ? ഒരു മിനിറ്റ്, നമ്മളിപ്പോൾ എഴുതിയ സാധനം. അപ്പോൾ വസന്ത തിലകം വൃത്തത്തെ പറ്റിയിട്ടാണ് നമ്മൾ, വൃത്തത്തിൻ്റെ ഉദാഹരണ ശ്ലോകമാണ് നമ്മളിപ്പോൾ നോക്കിയത്. എങ്ങനെയാണ് ഗണങ്ങൾ വന്നത്? തഗണ ഭഗണ ജഗണ ജഗണ ഗുരു ഗുരു അല്ലേ? അങ്ങനെയല്ലേ ശ്ലോകത്തിൽ വന്നേ? വസന്ത തിലകം വൃത്തം എന്ന് പറയുമ്പോൾ പ്രതിപാദം തഗണ ഭഗണ ജഗണ ജഗണ ഗുരു ഗുരു, ഇങ്ങനെ 14 അക്ഷരങ്ങളോട് കൂടിയ വൃത്തത്തെയാണ് വസന്ത തിലകം എന്ന് പറയുന്നത്. എന്താണ്? ഓരോ പാദത്തിലും തഗണം ഭഗണം ജഗണം, വീണ്ടും ഒരു ജഗണം, പിന്നൊരു ഗുരു, വീണ്ടും ഒരു ഗുരു, ഇങ്ങനെ ഗണങ്ങൾ വന്നു കഴിഞ്ഞാൽ എത്ര അക്ഷരങ്ങൾ? 14 അക്ഷരങ്ങളോട് കൂടിയ വൃത്തത്തെ നമ്മൾ എന്തു പറയുന്നു? വസന്ത തിലകം എന്ന് പറയും. ഉക്തം വസന്ത തിലകം തഭജാ ജഗൗഗഹ. തഗണ ഭഗണ ജഗണ ജഗണ ഗുരു ഗുരു, ഇങ്ങനെയായിരിക്കും ചോദിക്കുക. തഭജ ജ ഗുരു ഗുരു, ഇത് ഏത് വൃത്തത്തിൻ്റെ ലക്ഷണമാണ്? അല്ലെങ്കിൽ ഈ ഗണസംഖ്യ രീതി വരുന്നത് ഏത് വൃത്തത്തിനാണ് എന്നായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ 14 അക്ഷരമുള്ള താഴെ പറയുന്നതിൽ ഏത് വൃത്തമാണുള്ളത്, അങ്ങനെയും ചോദിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ എല്ലാ വൃത്തത്തിനും നിങ്ങൾ പ്രതീക്ഷിച്ചോണം. 5 ചോദ്യങ്ങൾ എന്തായാലും ചോദിക്കുന്നതുകൊണ്ട് ഏതെങ്കിലും 5 വൃത്തങ്ങൾ എന്തായാലും നമ്മുടെ സിലബസിലെല്ലാം ചോദിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻസ് വരുന്നത് ഇങ്ങനെയായിരിക്കും. അപ്പോൾ ലക്ഷണം എന്താണ്? ഉക്തം വസന്ത തിലകം തഭജാ ജഗൗഗഹ. ഏത് വൃത്താണ്? വസന്ത തിലക വൃത്തത്തിൻ്റെ ലക്ഷണമാണ് 14 അക്ഷരങ്ങളോട് കൂടി തഗണ ഭഗണ ജഗണ ജഗണ ഗുരു ഗുരു, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വസന്ത തിലകം എന്ന് പറയുന്ന വൃത്തം. മനസ്സിലായി കരുതുന്നു.
അടുത്ത വൃത്തത്തിലേക്ക് പോവാം നമുക്ക്. ഇനി എന്താ ഉള്ളത്? മാലിനി എന്ന് പറയുന്ന വൃത്തം. ഇതിൻ്റെ ലക്ഷണം എന്താണ്? നനമയ യയുതേയം മാലിനി ഭോഗിലോകൈഹി. നനമയ യയുതേയം മാലിനി ഭോഗിലോകൈഹി. എങ്ങനെയാണ് ഗണങ്ങൾ അവിടെ വരുന്നത്? നഗണ, നഗണ, മഗണ, യഗണ, പിന്നെയോ ഒരു യഗണവും കൂടെ. നഗണ, നഗണ, മഗണ, യഗണ, യഗണ. അങ്ങനെ ഗണങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് മാലിനി എന്ന് പറയുന്ന വൃത്തമായിരിക്കും. എത്ര അക്ഷരങ്ങളാണ്? 15 അക്ഷരങ്ങളോട് കൂടിയ വൃത്തമാണ് മാലിനി എന്ന് പറയുന്നത്. എങ്ങനെയാണ്? 2 നഗണങ്ങൾ, പിന്നെ ഒരു മഗണം, പിന്നെ വീണ്ടും 2 യഗണങ്ങൾ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാലിനി എന്ന് പറയുന്ന വൃത്തമായിരിക്കും. പിന്നെന്താ പറഞ്ഞേക്കുന്നത് അവിടെ? അവിടെ ഒരു യതി വരുന്ന കാര്യം പറയുന്നുണ്ട്. എവിടെയൊക്കെയാണ്? ഭോഗി 8ാമത്തെ അക്ഷരത്തിലും ലോകൈഹി 7ാമത്തെ അക്ഷരത്തിലും യതി വരുന്നുണ്ടെന്നും കൂടി മനസ്സിലാക്കാം. അതായത് നമ്മളിപ്പോൾ മാലിനി വൃത്തത്തെ പറ്റിയിട്ടാണ് പറഞ്ഞത്. മാലിനി വൃത്തത്തിൻ്റെ ലക്ഷണം നനമയ യയുതീയം മാലിനി ഭോഗി ലോകൈഹി. നഗണ, മഗണ, നഗണ, നഗണ, മഗണ, യഗണ, യഗണ, ഇങ്ങനെ 15 അക്ഷരങ്ങളോട് കൂടിയ വൃത്തമാണ് മാലിനി എന്ന് പറയുന്നത്. അവിടെ യതി വരുന്ന കാര്യം പറയുന്നുണ്ട്. അതായത് ഒരു ബ്രേക്ക് വരുന്നുണ്ട്. എവിടെയൊക്കെ? 8ാമത്തെ അക്ഷരത്തിലും അത് കഴിഞ്ഞുള്ള 7ാമത്തെ അക്ഷരത്തിലും യതി വരുന്നുണ്ട് എന്നും കൂടി അവിടെ പറയുന്നുണ്ട്. അപ്പം മാലിനി വൃത്തത്തിൻ്റെ ലക്ഷണം പറയുന്നത് നനമയ യയുതേയം മാലിനി ഭോഗി ലോകൈഹി. ഭോഗി എന്ന് പറയുമ്പോൾ 8ാമത്തെ അക്ഷരത്തിലും അതുപോലെ ലോകൈഹി 7ാമത്തെ അക്ഷരത്തിലും യതി വരുന്നുണ്ട്. ഗണങ്ങൾ വരുന്നത് 2 നഗണം, പിന്നെ ഒരു മഗണം, പിന്നെ 2 യഗണം. നമുക്ക് ഉദാഹരണം നോക്കാം. സരസിജമനുവിദ്ധം ശൈവലേനാഭിരമ്യം എന്ന് പറയുമ്പോൾ അവിടെ സരസി എന്ന് പറയുമ്പോൾ ഒരു ഗണം, ജമാനു ഒരു ഗണം, വിദ്ധം ഷൈ ഒരു ഗണം, വ ലേ ന ഒരു ഗണം, പി രമ്യം അത് ഒരു ഗണം. സഗണം എന്താണ്? ലഘു, രകാരം ലഘുവാണ്. സി എന്ന് പറയുന്നതും ഹ്രസ്വാക്ഷരമാണ്, അത് ലഘുവാണ്. അപ്പോൾ അവിടെ നഗണം. ജ എന്ന് പറയുന്നത് ഹ്രസ്വമാണ്, അപ്പോൾ ലഘുവാണ്. മകാരവും അവിടെ ലഘുവാണ്. നു എന്ന് പറയുമ്പോഴും ലഘുവാണ്. അപ്പോൾ അവിടെയും സർവ്വലഘു എന്ന് പറയുന്നത് നഗണമാണ്. പിന്നെയോ വി എന്ന് പറയുമ്പോൾ ഹ്രസ്വമാണ്, പക്ഷെ തൊട്ടടുത്തത് കൂട്ടക്ഷരം ആയതുകൊണ്ട് അത് ഗുരുവാണ്. ധം എന്ന് പറയുമ്പോൾ അത് അനുസ്വാരം വന്നേക്കുന്നതുകൊണ്ട് അവിടെയും ഗുരുവാണ്. ഷൈ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? അവിടെയും ദീർഘാക്ഷരമായതുകൊണ്ട് ഗുരുവായിരിക്കും. അപ്പോൾ അവിടെ മഗണം, സർവ ഗുരു എന്ന് പറയുന്നത് മഗണമാണ്. ഇനി വകാരം വന്നേക്കുന്നത് ഹ്രസ്വാക്ഷരം ആയതുകൊണ്ടത് ലഘുവാണ്. ലേ എന്നുള്ളത് ദീർഘാക്ഷരമായതുകൊണ്ട് ഗുരുവാണ്. ന എന്നുള്ളതും ഗുരുവാണ്. അപ്പോൾ അത് ഏത് ഗണമാണ്? ആദി ലഘു എന്ന് പറയുന്നത് യഗണം. അടുത്തതോ പി എന്ന് പറയുമ്പോൾ ഹ്രസ്വം ആയതുകൊണ്ട് അത് ലഘുവാണ്. ര എന്ന് പറയുമ്പോൾ അത് എന്താണ്? കൂട്ടക്ഷരം തൊട്ടടുത്ത് വരുന്നത് കൊണ്ടത് ഗുരുവാണ്. മ്യം എന്ന് പറയുമ്പോൾ അന്ത്യാക്ഷരമാണ്, അതുപോലെ തന്നെ അനുസ്വാരം വരുന്നുണ്ട്, അപ്പോൾ അത് ഗുരുവാണ്. അവിടെയും യഗണം. ന ന മ യ യ. പിന്നെയോ ഇവിടെ 8ാമത്തെ അക്ഷരം 2, 4, 6, 8 ധം എന്ന് പറയുന്നിടത്തൊരു യതി വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള 7ാമത്തെ അക്ഷരം 2, 4, 6, 7 രമ്യം. സരസിജമനുവിദ്ധം ശൈവലേനാഭിരമ്യം. അപ്പോൾ 8ാമത്തെ അക്ഷരത്തിലും 7ാമത്തെ അക്ഷരത്തിലും യതി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് മാലിനി വൃത്തത്തിൻ്റെ ലക്ഷണം വരുന്നത്. എങ്ങനെയാണ്? നനമയ യയുതേയം മാലിനി ഭോഗി ലോകൈഹി. ന ന മ യ യ ഇങ്ങനെ 15 അക്ഷരങ്ങളോട് കൂടിയ വൃത്തത്തെ മാലിനി എന്ന് പറയും. ഒന്നുകൂടി പറയാം. നഗണ, നഗണ, മഗണ, യഗണ, യഗണ ഇങ്ങനെ 15 അക്ഷരങ്ങളോട് കൂടിയ 8ാമത്തെയും അത് കഴിഞ്ഞുള്ള 7ാമത്തെ അക്ഷരത്തിലും യതി വരുന്ന വൃത്തത്തെയാണ് മാലിനി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പറഞ്ഞത്? 2 വൃത്തങ്ങളാണ് പറഞ്ഞത് അല്ലേ? വസന്ത തിലകം എന്ന് പറയുന്ന വൃത്തം, അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, നിങ്ങളിതിൽ പഠിക്കേണ്ട കാര്യം ഓരോ വൃത്തവും അതിൻ്റെ ലക്ഷണം എന്താണ്, അതിൽ ഗണങ്ങൾ എങ്ങനെയാണ് വരുന്നത്, അതിൽ
എത്ര അക്ഷരങ്ങളുണ്ട് എന്നുള്ളത് നിർബന്ധമായിട്ടും പഠിക്കണം. എന്നിട്ടൊരു ശ്ലോകം തന്നു കഴിഞ്ഞാൽ അതിൽ ഗണം തിരിക്കാനും പഠിച്ചു വെക്കണം. അതുപോലെ നമ്മൾ ആദ്യം ഗണവ്യവസ്ഥ പറഞ്ഞതും പഠിക്കണം. ഉദാഹരണ ശ്ലോകങ്ങൾ ബൈഹേർട്ട് ചെയ്യേണ്ട, പക്ഷേ അത് ശ്ലോകം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏത് വൃത്തമാണെന്ന് മനസ്സിലാക്കാനുള്ള പഠിച്ചിരിക്കാം. ഓക്കെ. അപ്പോൾ വസന്തതിലകം വൃത്തത്തിൻ്റെ ലക്ഷണം പ്രതിപാദം. എത്ര അക്ഷരങ്ങൾ? 14 അക്ഷരങ്ങളോട് കൂടി തഗണ ഭഗണ ജഗണ ജഗണ ഗുരു ഗുരു വന്നു കഴിഞ്ഞാൽ അത് വസന്തതിലകം എന്ന് പറയുന്ന വൃത്താണ്. ഇനി മാലിനി വൃത്താവുമ്പോഴോ ഓരോ പാദത്തിലും 15 അക്ഷരങ്ങളോട് കൂടി നഗണ നഗണ മഗണ യഗണ യഗണ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, 8ാമത്തെയും 7ാമത്തെ അക്ഷരത്തിൽ യതിയും വന്നു കഴിഞ്ഞാൽ മാലിനി എന്ന് പറയുന്ന വൃത്തമാണ്. ഓക്കെ അല്ലേ? മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കൂട്ടോ, ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം.